ആൻ്റണി വർഗീസ് പെപ്പയുടെ അടുത്തൊരു ഇടിപ്പടം. നമുക്കറിയാം, പെപ്പയുടെ അടുത്തൊരു സിനിമ വരുന്നു എന്ന് കേൾക്കുമ്പം തന്നെ ഇടിപ്പടമായിരിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഓഡിയൻസാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ അടുത്തൊരു സിനിമ അത് ഏത് രീതിയിലുള്ള ഇടിയായിരിക്കും എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. അങ്ങനെ ഇപ്പോൾ ദാവീദിലെത്തി നിൽക്കുകയാണ്. ഇതിൽ മുൻപ് ചെയ്ത സിനിമകളിൽ നിന്നും കഥാപാത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ബോക്സിംഗ് ആണ് ഇതിലെ മെയിൻ പ്രമേയം. ഒരു ഇൻ്റർനാഷണൽ പ്ലെയറുമായിട്ട് പെപ്പയുടെ ക്യാരക്ടർ, ആഷിഖ് അബു എന്ന ക്യാരക്ടർ കോമ്പീറ്റ് ചെയ്യുന്നതാണ് സിനിമയുടെ മെയിൻ പ്രമേയം. പെപ്പെ പല ടോക്സിലും ഇൻ്റർവ്യൂസിലായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ഇടിപ്പടങ്ങളെക്കാട്ടിലും പെപ്പയ്ക്ക് പേഴ്സണലി താല്പര്യം ഇമോഷൻസ് കൺവേ ചെയ്യുന്ന സിനിമകളാണെന്ന്. ദാവീദിലേക്ക് വരുമ്പോൾ ഇതിൽ ഇമോഷൻസിനും ഫാമിലി ഡ്രാമയ്ക്കും ഫൈറ്റിനുമെല്ലാം ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. സ്റ്റാർട്ടിങ് തന്നെ പെപ്പയുടെ മകളുടെ ക്യാരക്ടറുണ്ട്. ഈ മകൾ കേൾക്കുന്ന ഒരു സ്റ്റോറി, അതിൽ മകൾ തൻ്റെ അച്ഛൻ പെപ്പയുടെ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്തിട്ട് അച്ഛനെ ഹീറോ ആയി കണ്ട് അവസാനം വരുമ്പോഴത്തേക്ക് അച്ഛൻ ശരിക്കും ഹീറോ ആണോ ഗുണ്ടയാണോ എന്നുള്ളൊരു ചോദ്യം ഈ കുട്ടിയുടെ മനസ്സിൽ വന്ന് ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് അച്ഛൻ മത്സരിക്കാൻ ഇറങ്ങുന്നു എന്ന രീതിയിലാണ് സിനിമ വന്ന് നിൽക്കുന്നത്. ഗോവിന്ദ് വിഷ്ണു എന്ന സംവിധായകൻ്റെ ആദ്യത്തെ സിനിമ. ഇതിൻ്റെ സ്റ്റോറി ദീപു രാജീവനും ഗോവിന്ദോട് ചേർന്നിട്ടാണ് എൻ്റെ സ്ക്രിപ്റ്റ്, സ്ക്രീൻ പ്ലേ, ഡയലോഗ്സ് ഒക്കെ. പിന്നെ ഓരോരുത്തരുടെയും പെർഫോമൻസ്, പെപ്പയുടെ ഒരു സാധാരണക്കാരൻ ഒരു ഇൻ്റർനാഷണൽ ചാമ്പ്യനുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നതാണ്. ആ സാധാരണക്കാരൻ്റെ എല്ലാ സിംപ്ലിസിറ്റികളും ഓരോ മാനറിസംസും എല്ലാം ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് ടേക്കിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ലിജോമോളുടെ പെർഫോമൻസ്, കുട്ടി, സൈജു കുറുപ്പ്. പിന്നെ എടുത്തു പറയേണ്ടത് വിജയരാഘവൻ്റെ ക്യാരക്ടറാണ്. വിജയരാഘവൻ ചെയ്ത ആശാൻ്റെ ക്യാരക്ടർ. വിജയരാഘവൻ ഫ്രെയിമിൽ വരുന്ന ആ മൊമെൻ്റ് തൊട്ട് തിയേറ്ററിൽ വളരെയധികം കയ്യടിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അജു വർഗീസിന് വളരെ കുറച്ച് സ്ക്രീൻ ടൈം ആണ് ഉള്ളതെങ്കിലും ആ ഉള്ളൊരു ടൈം എനിക്ക് തോന്നുന്നു വളരെ സീനിയർ ആയിട്ടുള്ള കുറച്ച് ആക്ടേഴ്സിൻ്റെ ഒരു ചെറിയ സിമിലാരിറ്റി ഒക്കെ ആ ക്യാരക്ടറിലൂടെ തോന്നുന്നുണ്ടായിരുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടി പെപ്പ എടുത്തിട്ടുള്ള പ്രിപ്പറേഷൻസ് പലതവണയായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. 20 കിലോ അടുപ്പിച്ച് വെയിറ്റ് ലോസ് ചെയ്തതും 4 മാസം അടുപ്പിച്ചുള്ള പ്രാക്ടീസസും അതിൻ്റെ എല്ലാം ഒരു ക്ലീൻ റിസൾട്ടാണ് ദാവീദിലൂടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ സിനിമയുടെ മെയിൻ ഒരു ഹൈലൈറ്റ് ആയിട്ട് വന്നത് ഇതിൻ്റെ മ്യൂസിക്. ജസ്റ്റിൻ വർഗീസാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. പല സീൻസിലും മ്യൂസിക് തന്നിട്ടുള്ളൊരു ഇമ്പാക്റ്റ് സിനിമയെ വേറൊരു ലെവലിലേക്ക് തന്നെ എത്തിച്ചിരിക്കുകയാണ്. ചില റിവ്യൂസിലൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു ലോജിക്കലി നോക്കുമ്പം ഉള്ള പ്രശ്നങ്ങളൊക്കെ. പക്ഷേ ഈ പറയുന്ന സോക്കോൾഡ് റിവ്യൂവേഴ്സ് തന്നെ സിനിമയിൽ ലോജിക്ക് നോക്കേണ്ട ആവശ്യമില്ല എന്നും പല റിവ്യൂസിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിലേക്ക് വരുമ്പം ലോജിക്കിനേക്കാൾ അപ്പുറത്തോട്ട് ഒരു സിനിമാറ്റിക് ലെവൽ എക്സ്പീരിയൻസ്, ഒരു വളരെ മികച്ചൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്ന ഒരു സിനിമയാണ്. സോ ബാക്കി റിവ്യൂസ് നോക്കി ഈ സിനിമയെ ജഡ്ജ് ചെയ്യാതെ നിങ്ങൾ തന്നെ തിയേറ്ററിൽ പോയി കണ്ട് ഈ സിനിമ എന്താണെന്ന് അതിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുക. പെപ്പയുടെയും ഒരുപാട് പേരുടെ നല്ല പെർഫോമൻസും വളരെ മികച്ചൊരു ഡിറക്ഷനും ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടും എല്ലാം കൂടെ കൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ഗ്രേറ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ദാവീദ്.